നമുക്ക് ഫസ്റ്റായിട്ട് ചോദിക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ പടിക്കൽ ചെറുന്നൂർ റോഡ് വല്ലാത്തൊരവസ്ഥയാണ്. ആ വഴിക്ക് പോകാൻ വയ്യ. ഇതിൻ്റെ മാത്രമല്ല നമ്മളെ നാട്ടുകാരുടെ ഒരു ചോദ്യമാണ് ഈ സാധനം എപ്പോൾ റെഡിയാവും. അത് സംസാരിച്ച് തുടങ്ങുകയാണ് അഷറഫുമായിട്ട്. 22-ാം വാർഡിലാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വിജയിക്കുന്ന ഉറപ്പുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമുക്കത് ശരിയാവേണ്ടത്, നമ്മളെ റോഡ് ശരിയാവേണ്ടത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. അസർപ്പിന് ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് എന്തൊക്കെയുണ്ട്? സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മൾ പടിക്കൽ ചെറുന്നൂർ റോഡ് ഉണ്ടല്ലോ, എന്താ ഇപ്പം അതിൻ്റെ അവസ്ഥ? പടിക്കൽ ചെറുന്നൂർ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ 25 ലക്ഷം റുപ്യ പഞ്ചായത്തിൻ്റെ ഫണ്ട്, അതുപോലെ MLAയുടെ ഫണ്ട് 10 ലക്ഷവും 35 ലക്ഷം രൂപ ഇപ്പോൾ നിലവിൽ അതിന് ടെൻഡറായി നിൽക്കുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. എലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടക്കാത്തത്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പണികൾ നടക്കും. അത് കോൺട്രാക്റ്റൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി പഞ്ചായത്തിനോ മറ്റുള്ളവർക്കോ ഒന്നും ചെയ്യാനില്ല. അത് കോൺട്രാക്ടറിൻ്റെ കയ്യിലെത്തിപ്പോയി. അപ്പോൾ ഇനി കോൺട്രാക്ടറിനാണ് ഇനി വർക്ക് നടക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ നടക്കും. അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഈ കാര്യം ചോദിച്ചത്. പിന്നെ നമുക്ക് 22-ാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും? ഇപ്പം ശരിക്കും പറഞ്ഞാൽ 22-നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനാർത്ഥി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടിയത് ഇപ്പോഴാണ്. നമുക്ക് എന്തൊക്കെ 22-ന് ചെയ്യും? അത് തീർച്ചയായിട്ടും ഞാൻ 22-ാം വാർഡിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പദ്ധതികൾ, പുതിയ പുതിയ പദ്ധതികൾ, നമ്മൾ വെറും റോഡും അല്ലെങ്കിൽ മറ്റുള്ള ലൈറ്റോ അങ്ങനെയുള്ളതല്ല, പുതിയ പദ്ധതികൾ എന്ന് നിലനിൽക്കുന്ന ജനങ്ങളെ ആകർഷിക്കുന്ന പദ്ധതികൾ. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നമ്മളെ 22-ാം വാർഡിൽ പിന്നെ ഓപ്പൺ ജിംനേഷ്യം കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ കിഡ്സ് പാർക്ക് കൊണ്ടുവരും. അതുപോലെ നമ്മളെ ഈങ്ങലത്ത് പാടത്ത് ഇപ്പോൾ കർഷകരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുകയാണ്. കാരണം ഈ ഹൈവേ വന്നതോടുകൂടി പാടത്തൊക്കെ വെള്ളം നിൽക്കുന്നതോടുകൂടി കൃഷിക്കാർ ബുദ്ധിമുട്ടാവുകയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മളെ NH മുതൽ നമുക്കൊരു ഡ്രെയിനേജ് കൊണ്ടുവരാനുള്ള പരിപാടി, അതിൻ്റെയൊക്കെ ചില സംഗതികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ വാർഡിലുള്ള പല ആളുകളും റോഡുകൾ അവർ പഞ്ചായത്തിന് വിട്ടു തന്നിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മുൻപന്തിയിലുണ്ടാവും. ജനങ്ങളെ കൂടെ ഈ 5 വർഷം ഞാൻ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും എന്ന്. വീടാന്തരം കയറിയിറങ്ങുമ്പോൾ നമ്മുടെ ഉമ്മമാരും അമ്മമാരും സഹോദരന്മാരൊക്കെ വളരെയധികം ആത്മധൈര്യമാണ് എനിക്ക് തരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ ഞാൻ ഈ വാർഡിൽ നല്ല വികസനങ്ങളും മറ്റു കാര്യങ്ങളിലൊക്കെ എൻ്റെ മുൻപന്തിയിൽ ഞാനുണ്ടാവും എന്ന് എൻ്റെ വാർഡിലുള്ളവർക്ക് ഉറപ്പ്.